ഒരു കഥ പറയാവേ പെട്ടെന്ന്. ഒരു സിംഹം തൻ്റെ അടിയാളനായിട്ട് നടക്കുന്ന ഒരു കൗശലക്കാരനായ ഫോക്സിനെ ഭക്ഷണം കൊണ്ടുപോകാനും പറഞ്ഞയച്ചു. അതാണല്ലോ നമ്മുടെ കഥ, പഞ്ചതന്ത്ര കഥകളിലേക്ക് ഉള്ളത്. ഫോക്സ് പോയിട്ട് നോക്കി നോക്കി നടക്കുമ്പോൾ ഒരു കഴുതയെ കണ്ടു. പറയേ, ഡേയ് വാ, സിംഹം വിളിക്കുന്നു, നിന്നെ അടുത്ത ക്രൗൺ പ്രിൻസ് ആക്കാം എന്ന് പറഞ്ഞു. വേഗം കേട്ട പാടി കേൾക്കാത്ത പാതി കഴുതയാണല്ലോ കൂടെ വന്നു. അവിടെ വന്നതും സിംഹം ചാടി വീണ് കഴുതയുടെ കാത് കടിച്ചു പറിച്ചെടുത്തു. അപ്പോഴേക്കും അത് കുതിറി ഓടി. രക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നീ എന്നെ പറ്റിച്ചതാണല്ലേ പുറത്ത് നിൽക്കുന്ന ഫോക്സിനോട് ചോദിക്കും. അപ്പോൾ ഫോക്സ് പറയും, ക്രൗൺ പ്രിൻസ് ആക്കാൻ വേണ്ടി ക്രൗൺ വെക്കണ്ടേ, അതിന് ശരിക്കും ഇരിക്കാൻ വേണ്ടിയിട്ട് നിന്റെ ചെവി എടുത്തതാന്ന് പറയും. അങ്ങനെയാണെന്ന് പറഞ്ഞാൽ പിന്നെയും ഇത് വരും. ആദ്യത്തെ പ്രാവശ്യം വരുമ്പോൾ വാല് കടിച്ച് മുറിച്ചെടുക്കും. അപ്പോഴും ഈ ഇയാൾ ഓടും, ഈ കഴുത രക്ഷപ്പെട്ട് ഓടും. പിന്നെയും ഫോക്സിൻ്റെ അടുത്തെന്ന് പറയും, ഇത് കണ്ട എൻ്റെ ഇത് കടിച്ചെടുത്തു. അയ്യോ, അതിൻ്റെ ഒരു ഭാഗമാണ് ആ റിച്വലിൻ്റെ, നീ വാ ഇങ്ങോട്ട്, ഇതങ്ങോട്ട് മുഴുമിപ്പിക്കട്ടെ എന്ന് പറയാം. അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ കടിച്ച് പറിച്ച് കൊല്ലും. അങ്ങനെ കഴുതയുടെ കഥ തീർന്നു കിട്ടും. അത് കഴിയുമ്പോൾ ഫോക്സിനോട് സിംഹം പറയും, നീ ഇതൊക്കെ കൊണ്ടുപോയി ഒന്ന് ഉരിച്ച് കൊണ്ടുപോകാ എന്ന് പറയട്ടെ. അതിൻ്റെ ബ്രെയിൻ, അതിൻ്റെ ലങ്സ്, അതിൻ്റെ ലിവറൊക്കെ വേറെ വേറെ വെച്ച് കൊണ്ടുപോകാം, എനിക്ക് കഴിക്കാൻ എന്ന് പറയും. പോയി ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഫോക്സ് എന്ത് ചെയ്യുന്നറിയാവോ, ആ ബ്രെയിൻ മാത്രം എടുത്ത് വിഴുങ്ങും. എന്നിട്ട് ബാക്കിയെല്ലാം കൊണ്ട് കൊടുക്കും സിംഹത്തിന്. അപ്പോൾ സിംഹം ചോദിക്കും, ഇതിൻ്റെ ബ്രെയിൻ എവിടെ? കഴുതയ്ക്ക് ഇതിന് ബ്രെയിൻ ഇല്ല രാജൻ, ഉണ്ടെങ്കിൽ പിന്നെ 3 പ്രാവശ്യം ഞാൻ വിളിക്കുമ്പോഴും വരുമോ? 2 പ്രാവശ്യം കഷ്ടിച്ച് രക്ഷപ്പെട്ടിട്ട്. യെസ്, ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. നമ്മൾ 1 പ്രാവശ്യം പെടും, 2 പ്രാവശ്യം പെടും, 3ാമത്തെ പ്രാവശ്യം തീർന്നു കിട്ടും. എന്തിനാ നമ്മളിങ്ങനെ ലൈഫിൽ ആലോചിച്ച് നോക്കൂ, എത്ര പ്രാവശ്യം നമ്മൾ ഒരാളുടെ അടുത്ത് നിന്ന് അപമാനങ്ങൾ നേരിട്ടിട്ടുണ്ടാകും. പിന്നെയും നമ്മൾ തിരിച്ചു ചെല്ലുന്നില്ലേ? ഡോണ്ട് ഡു ദാറ്റ്. കഴുതയാകരുത്. ഓക്കെ, കമൻറ്റ്.